പോകണ്ട അത് ആ സ്വിച്ചിൽ അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഡിക്കി അടയുന്ന അവിടേക്ക് കാണുന്നത്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് മഹേന്ദ്രയുടെ ഇലക്ട്രിക് വാഹനമായ B6 എന്നൊരു മോഡലിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മുടെ മഹേന്ദ്രയുടെ B6 ഇലക്ട്രിക് വാഹനം കേട്ടോ ഈ കാണുന്നത് നിങ്ങൾ. ഇപ്പോൾ നമ്മുടെ മഹേന്ദ്രയുടെ B6 ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ ഈ കാണുന്നത്. നമ്മുടെ വണ്ടിയുടെ ഒരു ലോഗോ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പ്രൊജക്ടറൊക്കെ അവിടെ കാണുന്നത്. ഈ ഭാഗമൊക്കെ ഇൻഡിക്കേറ്റർ അതുപോലെ പാർക്ക് ഒക്കെ വരുന്ന കേട്ടോ. പിന്നെ ഈ ഭാഗത്തൊക്കെ സെൻസർ വരുന്നുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ വണ്ടിയുടെ ബോണറ്റ് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് മാത്രമേ കേട്ടോ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ചാർജറൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഫ്രണ്ടിൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടിയുടെ വീൽ സൈസ് വരുന്നത് 19 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഈ ഡോർ ഹാൻഡിലൊക്കെ എന്ന് പറയുമ്പം അൺലോക്ക് ചെയ്ത് കഴിയുമ്പം ഡോർ ഹാൻഡിൽ പുറത്തേക്ക് വരും, ഫ്രണ്ട് ഡോറിൻ്റെ. പിന്നെ ബാക്ക് ഡോറിൻ്റെ ഡോർ ഹാൻഡിലൊക്കെ വരുന്ന ഇതാട്ടോ. ഈ ഡോറുകളുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 90 ഡിഗ്രിയോളം ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം അത്യാവശ്യം സൈസ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും കയറാനും ഇറങ്ങാനൊക്കെ നല്ല പോസിബിളാണ്. വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ. മേളിലൊരു സ്പോർട്സ് ലുക്കിലുള്ളൊരു സ്പോയിലറൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ആ ലോഗോ വരുന്നുണ്ട്, B6 എന്നുള്ളതിൻ്റെ ബാഡ്ജ് വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് സെൻസറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ റിവേഴ്സ് ലൈറ്റിൻ്റെ ഒരു ലാമ്പാട്ടോ കാണുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഈ ഡിക്കി ഓപ്പണിങ് ടച്ചുണ്ട്, അതുപോലെ സ്വൈപ്പുണ്ട്. അങ്ങനെ ഒക്കെ നമുക്കിത് ഡിക്കി ഓപ്പൺ ആക്കാനൊക്കെ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഡിക്കി ക്ലോസ് ചെയ്യാനും ഓപ്ഷൻ ബട്ടണായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു സ്പോർട്സ് കാറിൻ്റെയൊക്കെ ഒരു ലുക്കാണ്. നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിലൊന്നും അങ്ങനെ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊന്നും അങ്ങനെ പരിചയമല്ല. എന്താണെങ്കിലും മഹേന്ദ്രയുടെ B6 ഇലക്ട്രിക് കാറ് പൊളി സാധനം. അപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് നമ്മൾ അൺലോക്ക് ചെയ്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ സീറ്റ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്തേക്ക് കയറുമ്പോൾ സീറ്റ് ബാക്കിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടിക്കകത്തേക്ക് കയറുമ്പോൾ സീറ്റ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൊത്തം ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. കേസപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ആട്ടോ ഇത്ര നേരം കണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയലൊക്കെ കയറി ആ ഫീച്ചേഴ്സുകളൊക്കെ നമുക്കൊന്ന് അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഫീച്ചേഴ്സും വണ്ടീനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ബട്ടണാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം വണ്ടിയുടെ സ്റ്റാർട്ട് മൂവ് ആവുന്നില്ല. പാർക്ക് ലൈറ്റ് ആണ്, പാർക്ക് ഓൺ ആയി നിൽക്കുകയാണ്. വീണ്ടും രണ്ടാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഈ ബ്രേക്കിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവും. വണ്ടി സ്റ്റാർട്ടായി സ്റ്റാർട്ടിങ് റെഡി ആയി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒന്ന് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ആവും. ഇതിപ്പോ പാർക്കിൽ കിടന്നുകൊണ്ടാണ് വണ്ടി. ഇതാണ് പാർക്കിൽ നിൽക്കുന്നത്. പാർക്കിൽ ഓണായി അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തു. AC ഒക്കെ സീനാട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ഗിയർ എന്ന് പറയുന്ന സാധനം ഇവിടെ എഴുതിയുണ്ടോ. ഇതെല്ലാം ബട്ടണുണ്ട്. ഇത് ഓരോന്നും മാറ്റുന്നതനുസരിച്ച് ഇത് പാർക്കിൽ നിന്ന് നമുക്ക് ന്യൂട്രൽ, ഡ്രൈവ്, റിവേഴ്സ് ഇങ്ങനെ ഓർഡറിൽ നമുക്ക് എടുക്കുന്നത് പാർക്കും. സ്റ്റിയറിംഗ് വീലിലെ വാണിംഗ് ലാമ്പും മറ്റു കാര്യങ്ങളൊക്കെ, അതായത് ഒരു സ്പോർട്സ് കാറിൻ്റെ ടൈപ്പുള്ള ഫുള്ള്
റൗണ്ട് സ്റ്റിയറിംഗ് വീലൊന്നും അല്ല, ഒരു സ്ക്വയർ ഷേപ്പായിട്ടുള്ള സ്റ്റിയറിംഗ് വീലൊക്കെ ആട്ടോ വരുന്നത്. നമ്മുടെ ഈ മോണിറ്ററിന് ഒക്കെ ഒന്ന് പറഞ്ഞു സാറേ. ഇത് നമ്മുടെ ഓരോ നമ്മുടെ സാധാരണ തന്നെ വെഹിക്കിൾ ആപ്പ് എന്ന് പറയുന്ന സാധനം മീഡിയ എന്റർടൈൻമെന്റ്, കമ്മ്യൂണിക്കേഷൻ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് തന്നെയുണ്ട്. ഇതിനകത്ത് മീഡിയ എന്റർടൈൻമെന്റ് എടുക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ നമ്മൾ കണക്ട് ചെയ്യാം, ഗാലറി, അതേ ഗ്രൂമി, ഹാർഡ് ഡ്രൈവ്, അങ്ങനെ ഓരോ ഐറ്റംസ് ഇതിൻ്റെ അകത്ത് സെൽഫ്, ഇത് മീഡിയ, എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്ത്. മീഡിയ ഡ്രൈവിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗാലറി എന്ത് സാധനം ഇതിൻ്റെ അകത്ത് എടുക്കാം, ഫോട്ടോസ്, വീഡിയോസ് എല്ലാം നമ്മൾ ലൈവായിട്ടെല്ലാം കാണാം. ഇതിപ്പോ ഒരു എയർക്രാഫ്റ്റിന്റെ ഒരു കൺസെപ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ ലിവർ കാര്യങ്ങളൊക്കെ കണ്ടോ. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ മറ്റ് ഡിക്കി ബോണറ്റൊക്കെ ഇവിടെ ഇരുന്ന് ഓപ്പൺ ചെയ്യാൻ അതിനുള്ള സംവിധാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഓണാവും ഓഫാവും ചെയ്യും. ഓ ശരി, അലക്സയോട് പറഞ്ഞാൽ മതി. ഓ ശരി ശരി. അലക്സ, ഷട്ട് ദ മൂൺ റൂഫ്. ഇതിപ്പോ നമ്മുടെ മൂൺ റൂഫ് കവറാവുന്നതാട്ടോ ഈ കാണുന്നേ. അപ്പോൾ ഒരു ഷീൽഡ് വന്നിട്ട് അത് മറച്ചിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് നമ്മളങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഓക്കെയാ. അലക്സ, ഓപ്പൺ ദ മൂൺ റൂഫ്. ഇതേ നമ്മളെ മൂൺ റൂഫ് ഓപ്പൺ ആവുന്നതാട്ടോ ഈ കാണുന്നേ. അങ്ങനെ സംവിധാനമാണ്. ഇതേ നമ്മുടെ മൂൺ റൂഫ് ഫുള്ള് ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ ഏത് മ്യൂസിക് നമ്മൾ പറഞ്ഞാലും അലക്സയോട് പറഞ്ഞാലും ആ മ്യൂസിക് ഇതിൻ്റെ അകത്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ഇത്രയൊക്കെയാണ് ഇന്റീരിയലിനകത്ത്. നമ്മുടെ ഡോർ പാഡിന്റെ ആ ഭാഗത്തൊക്കെ സ്വിച്ചുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഡാഷ്ബോർഡിലൊക്കെ നല്ല നമുക്ക് അവിടെ നിന്ന് സൈറ്റ് മോൾ ഉണ്ടാവും. ഇവിടുന്ന് മുകളിലേക്ക് നമുക്ക് കാണാൻ പറ്റും കിലോമീറ്റർ എല്ലാം. അതിനുള്ള ഡിസ്പ്ലേക്കുള്ള ഒരു പോർഷൻസ് ഇവിടെ ഉണ്ട്. ശരി ശരി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്റീരിയൽ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. AC വെന്റൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഒരു ഡ്രൈവർ ക്യാബിൻ പോലെയൊക്കെയുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ കീ വരുന്ന ഇതാണ് കേട്ടോ. ഒരു മാഗ്നറ്റിക് സംഭവമൊക്കെയാണ്. പിന്നെ അകത്ത് വേണമെങ്കിൽ നമുക്ക് തണുത്ത് അതെ, ഇത് നമുക്ക് ബോട്ടിലൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സാറേ ഇതാണ് ഇതിന്റെ നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ ഓരോ ടച്ച് സ്ക്രീന് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. എല്ലാം ബട്ടണാണ്. ഈ ബട്ടൺ AC ആണെങ്കിൽ AC ബട്ടൺ ഉണ്ടോ, ഇതിൽ ഉപയോഗിച്ച AC-യുടെ അപ്പൊ തന്നെ അവിടെ കയറി വരുന്നുണ്ടോ. AC നമുക്ക് ഇവിടെ നിന്ന് ഓരോന്ന് എടുത്ത് AC വേണമെങ്കിൽ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. ഏത് മോഡിലും ഓട്ടോയിലാണെങ്കിലും അങ്ങനെയെല്ലാം. ഒരു വലിയൊരു മോണിറ്റർ ആട്ടോ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ വണ്ടിയുടെ ഡിക്കി തുറന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 3 ഓപ്ഷനിലെ ഡിക്കി നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടോ. സ്വൈപ്പിംഗ് ഉണ്ട്, അതുപോലെ നമ്മുടെ വണ്ടിയുടെ കീയലല്ലേ സാറേ. അതെ, നമ്മുടെ വണ്ടിയുടെ കീയൽ നമുക്ക് തുറക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ V6-ൻ്റെ ഡിക്കി തുറന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആണല്ലേ. ഹെവി ഒരു നമ്മുടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ അതിനുള്ള ഹൈഡ്രോളിക് സിസ്റ്റം ഒക്കെ ഹെവിയാണ് കേട്ടോ. ഒരു പോർഷനും കൂടെ മുകളിലേക്ക് നിർത്താവോ? 3 ലെവലുണ്ട്. ഓ ശരി ശരി. അതായത് നമുക്ക് വണ്ടിയുടെ ഈ ഡിക്കി 3 ലെവലിൽ നമുക്ക് ഓപ്പൺ ആക്കി വെക്കാന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പം ഏകദേശം മിഡിലാന്ന് തോന്നുന്നു. അപ്പോൾ അത് അവിടെ അങ്ങ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്കി ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നു. ഇത് കണ്ടോ, നല്ല ഹൈറ്റിൽ നമുക്ക് മഴയൊന്നും നനയാണ്ട് അകത്ത് കയറി നിൽക്കാൻ പാകത്തിനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ സീറ്റ് അപ്പുറത്തേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബെഡ് പോലെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഡിക്കി സ്പേസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ പോർഷനാണ് കേട്ടോ ഇതിൻ്റെ ടെയിൽ ലാമ്പ് വരുന്നത്. ഇതിങ്ങനെ എത്രയുണ്ട് ഇവിടെ, ഇതുപോലെ ഇങ്ങനെ ഒരു ക്യാമറ, റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഓട്ടോ പാർക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പതുക്കെ പോവുക കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടിക്ക് അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓട്ടോ പാർക്കിംഗ് ഒന്ന് കണ്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിപ്പുണ്ടെങ്കിലും നമ്മളൊന്നും ചെയ്യുന്നില്ല. വണ്ടി തന്നെ നമ്മൾ കൊടുക്കുന്ന പൊസിഷനിൽ വണ്ടി പാർക്കാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഏത് പൊസിഷനാണ് ഈ ക്യൂബ് ഏത് രീതിയിലാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. നമ്മൾ നേരെ സൈഡിൽ കൊണ്ടുവച്ചു അങ്ങോട്ടാണ് പാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് കൺഫേം അടിക്കണം.
സ്റ്റാർട്ട് പാർക്കിംഗ്. ഈ ബ്രേക്കിന്ന് കാലെടുത്തോ. അപ്പോൾ അതെ നിങ്ങൾ സ്റ്റിയറിംഗിലൊക്കെ നോക്കിക്കോ. ഓക്കെ വണ്ടി തന്നെ പോണേ കേട്ടോ കേസ് കാണുന്നേ. അതെ നമ്മളിപ്പോൾ നേരെ ഫ്രണ്ടിലേക്ക് എടുത്താണ് പാർക്ക് ചെയ്യാൻ പോയത്. അതെ വണ്ടി ഇതേ കണ്ടോ, സ്റ്റിയറിംഗ് വീല് തിരിയുന്നുണ്ടോ കണ്ടോ, വണ്ടി ഇതേ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. അതേ കണ്ടോ നമ്മുടെ സ്റ്റിയറിംഗ് വീല് തിരിയുന്ന കണ്ടോ. ഇതേ അങ്ങനെ ഓട്ടോ പാർക്കിങ്ങിൽ കറക്റ്റ് ആ മാർക്ക് പോലെ തന്നെ ഇതുണ്ടോ നമ്മുടെ വണ്ടി പോകുന്ന പൊസിഷൻ. ഫ്രണ്ടിൽ ക്യാമറയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പാർക്കിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി നമ്മളിപ്പോൾ അകത്തിരുന്നായിരുന്നു ഓട്ടോ പാർക്കിങ്. അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റി എന്നറിയില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇതുണ്ടോ ഓട്ടോ പാർക്കിംഗ് ആട്ടോ നീ കാണുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും വണ്ടിയുടെ ഡ്രൈവർ സീറ്റിൽ ആളില്ല, അപ്പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ വണ്ടി ഇനി നമ്മൾ കൊടുത്തേക്കുന്ന ആ പൊസിഷനിലേക്ക് ഇത് കണ്ടോ തന്നെ താനെ വണ്ടി ഓട്ടോ പാർക്കിങ് ചെയ്യുന്ന അവിടെ കാണുന്നേ കണ്ടോ. നമ്മൾ ആ ഡിസ്പ്ലേക്ക് നമുക്ക് 3 രീതിയിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൊടുത്താൽ മതി. ഇത് കണ്ടോ വണ്ടി ഓട്ടോ പാർക്കിങ്ങിലേക്ക് ആയതാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ആളില്ല. അതെ വണ്ടി ഓട്ടോ പാർക്ക് ചെയ്ത് നിർത്തിയതാണ് കാണുന്നത്. ഓക്കെ കേസപ്പോൾ നമ്മുടെ മഹേന്ദ്രയുടെ ഈ B6 വാഹനത്തിൻ്റെ രജിസ്റ്റർ ഓണറായിട്ടുള്ള നമ്മുടെ മനോജ് സാറാട്ടോ. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പം നമ്മുടെ വണ്ടീനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ. വണ്ടി എടുത്തിട്ടൊക്കെ എത്ര നാളായിട്ടുണ്ട്? വണ്ടി എടുത്ത് ഏപ്രിൽ 11-ാം തീയതിയാണ് കൊല്ലത്തു നിന്നാണ് എടുത്തത്. 2 മാസം ആയിട്ടുണ്ടല്ലേ. സാറ് ഇവിടെ എന്താ ചെയ്യണേ? ഞാനിവിടെ ഹയർ സെക്കൻഡറിയിൽ ഇംഗ്ലീഷ് ടീച്ചറാണ്. ആണല്ലേ. ഇലക്ട്രിക് വാഹനം ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ് ഇലക്ട്രിക് വാഹനം. ഓക്കെ. ആദ്യം ബീറ്റും ഇരട്ടയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇലക്ട്രിക്കിലേക്ക് മാറാനുള്ളൊരു കാരണം ഞാൻ പ്രത്യേകിച്ച് ഈ വണ്ടിയെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോഴും വീഡിയോയിലും യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ സെർച്ച് ചെയ്തു. നല്ലൊരു ഇത് വന്നു. അപ്പം നല്ല വണ്ടിയാണെന്ന് മനസ്സിലായി. എന്നാൽ അതിനുശേഷം ടെസ്റ്റ് ഡ്രൈവിന് പോയി. ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഈ വണ്ടി കൂടിയേ പറ്റിയെന്ന് പറഞ്ഞ പോലെ ഒരു നമുക്ക് ക്രേസ് ആയി. അങ്ങനെ വണ്ടി എടുത്തു അല്ലേ? എടുക്കാൻ കാരണം വണ്ടി ഉപയോഗിച്ചിട്ടൊക്കെ എങ്ങനെയുണ്ട് യാത്ര? ആണല്ലേ. ഹൈ സ്പീഡിൽ പറന്നു പോക്കോളും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലെല്ലാം ഇവിടെ വേണം നമുക്ക് പാർക്ക് ചെയ്യാനോ മറ്റു കാര്യങ്ങളെല്ലാം നല്ല സുഖമാണ്. ഓടിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. മറ്റു വണ്ടി ഇപ്പോൾ ഇത് ഉപയോഗിച്ച ശേഷം മറ്റേ വണ്ടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തോ ഒരു പോരായ്മ നമുക്ക് അത്രയ്ക്കും കംഫർട്ടബിൾ ആണ്. ഓക്കെ സാറേ, നമ്മുടെ ഈ വണ്ടിക്ക് ഇവർ കമ്പനി പറയുന്ന കിലോമീറ്റർ ഒക്കെ ചാർജ് 700 കിലോമീറ്റർ വരെ ഉണ്ട്. അവർ കമ്പനി പറയുന്ന ഒരു 500 മുകളിലേക്ക് അവർ ഗ്യാരണ്ടി തരുന്നുണ്ടല്ലേ. നമ്മൾ ഓടിച്ചാൽ ഒരു 500-600 കിലോമീറ്റർ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. ഹൈ റേഞ്ച് മാത്രമാണ് ഒരു ആവറേജ് 500 കിലോമീറ്റർ. ഓക്കെ. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഈ ചാർജിങ് മണിക്കൂറൊക്കെ എന്തോരാ സാറേ? ചാർജിങ് നമ്മുടെ ചാർജർ നമ്മുടെ വീട്ടിൽ തന്നെ ഇവർ വന്ന് കൊണ്ടുപോയി മഹീന്ദ്രക്കാർ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാർജിലാണ് ഒരു 7.5 മണിക്കൂർ 11 കിലോ വാട്ടിന്റെ ചാർജറാണ്. അഥവാ ഫാസ്റ്റ് ചാർജിലാണെങ്കിൽ 20 to 30 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ്. ഓക്കെ. നമുക്കിവിടെ ഹൈ റേഞ്ചിൽ ഇപ്പൊ ഈ ലോക്കലിലേക്കും വെച്ച് 1-2 വണ്ടിയല്ലേ ഉള്ളൂ സാറേ? ഇത് ആദ്യം വന്നതാണെന്നാണ് പറഞ്ഞത്. കൊല്ലത്തിൽ ഞാൻ ബുക്ക് ചെയ്ത് എടുത്ത് വന്നപ്പോൾ ഇടുക്കിയിലേക്ക് വന്ന ആദ്യത്തെ വണ്ടിയാണ്, ഫസ്റ്റ് വണ്ടിയാണ്. ഓക്കെ. അതിനുശേഷം ഒരു വണ്ടി കൂടെ വന്നെന്ന് ഇപ്പൊ അറിയുന്നു. ഇനി അറിയില്ല, അത്യാവശ്യം ഡീറ്റെയിൽസ് ഇറങ്ങുന്നുണ്ട്. അറിയില്ല. എന്തായാലും ഇവിടെ ഹൈ റേഞ്ചിൽ ഇപ്പോൾ 2 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇനിയും നമുക്കറിയില്ല. എപ്പോഴും വന്നാൽ ഒത്തിരി ഓർഡർ ഉണ്ട്. ആണല്ലേ. ഓക്കെ. ഓൺ റോഡ് ഇറങ്ങുമ്പം ഏകദേശം നമുക്ക് എന്നാ ഏകദേശം ഒരു 33 ലക്ഷത്തിന് വരുന്നുണ്ടല്ലേ. നമ്മുടെ വണ്ടി ഇപ്പം ഏറ്റവും ടോപ്പ് വേരിയന്റ് അല്ല സാറേ? ഓക്കെ. അപ്പൊ അതാണ് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളൂ. മറ്റേ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ മറ്റു വേരിയന്റുകളുണ്ട്. പല വേരിയന്റ് ഉണ്ട്. 22-ന്റെ 24, 29 പല വേരിയന്റിന്റെ വണ്ടി വരുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ഇത് ഫുള്ള് അതാ ഇപ്പൊ നിലവിൽ. ഓക്കെ. അപ്പൊ താങ്ക് യു സാറേ. ഓക്കെ. വേറൊരു കാര്യം കണ്ടോ, സൈഡ് മിററേക്കടെയൊക്കെ കണ്ടോ ക്യാമറ. വണ്ടിയുടെ സൗണ്ട് സിസ്റ്റം ഒക്കെ എന്ന് പറഞ്ഞാൽ ഡോൾബിയുടെ സൗണ്ട് സിസ്റ്റം 16 സ്പീക്കറോളം വണ്ടിക്ക് അകത്ത് വരുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞേ. മൊത്തത്തിൽ ഇൻറ്റീരിയലൊക്കെ ആണെങ്കിലും അന്യായ സെറ്റപ്പാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്നുള്ളൂ കേട്ടോ. വലിയ ഒരു റിവ്യൂ വീഡിയോ പോലെ ഒന്നും നിങ്ങളിത് കാണരുത് കേട്ടോ. നമ്മുടെ അടുത്ത് ആദ്യമായിട്ടുള്ള വന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ കുറച്ച്
വെച്ച് അങ്ങ് എടുത്തു എന്നുള്ളൂ. കേസ് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.